ഈ കേസ് ഇത് എങ്ങോട്ടാണ് പോണ്? ഒരു മിസ്സിംഗ് പേഴ്സണൽ തുടങ്ങിയതാ. ഇപ്പോഴേ മിസ്സിംഗ് കേസ് 2 ആയി. ഇനി മർഡർ വല്ലതും വരാനുണ്ടോ? ആർക്കറിയാം. എനിക്ക് ചെലവുണ്ട്, അത് ഓർത്തണം. മൂന്നാർ പോകാനുള്ള പെട്രോൾ കാശ് വരെ ഞാൻ തന്നല്ലേ. പെട്രോൾ കാശ് മാത്രം കിട്ടാൻ കാര്യം. ഞങ്ങൾ ഓഫീസിലാണെങ്കിൽ പണം ഇങ്ങനെ കുന്നുകൂടി വരും. വാട്ട്സ് നെക്സ്റ്റ്? ഇതിനൊക്കെ ചെലവുണ്ട്. കേസ് അന്വേഷിച്ച് ക്ഷീണിക്കുമ്പോഴേ ശരീരത്തിന് നല്ല ഊർജം കിട്ടാൻ വേണ്ടി പോഷകാഹാരം വേണം, ജ്യൂസ് വേണം, നല്ല ചൈനീസ് ഫുഡ് വേണം. അതിനൊക്കെ ഇവിടുന്ന എൻ്റെ പൈസ. നീ കുറെ നേരമായല്ലോ കണക്ക് തുടങ്ങിയിട്ട്. ഇനി സ്ക്രീനിൽ ശ്രദ്ധിക്കടാ. സംതിങ് ത്രില്ലിംഗ് ഹാപ്പനിങ് നൗ. ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ തന്നെയാണ് മർഡർ ചെയ്തത്. തലേദിവസം സമയം കൊല ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ പോയിട്ട് അയാളെ വെപ്പൺ എടുത്ത് സോറി. സർ, കാർത്തിക് ഇവിടെ ഒരു 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. താമസിച്ചിരുന്നതൊക്കെ ഇവിടെ അടുത്തൊരു 2 ഡിപ്പാർട്ട്മെന്റ്. പ്രകാശ് സാർ ഇപ്പൊ വരും. ഇവരാ നേരത്തെ സർവം തലമുറയിൽ பார்த்தവര്. ഞങ്ങള് ബേസിക്കലി ഒരു NGO ആണ്. ഈ ലീഗൽ സിസ്റ്റത്തിന്റെ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ സാധിക്കാത്ത സാധാരണക്കാരായ ആളുകൾക്ക് ഒരു ചെറിയ ഹെൽപ്പ്. Karthik was our operations manager. He took care of logistics, documentation. That's about it. കാർത്തിക് ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് was everything okay? Or did he notice anything unusual? No, he was a very nice guy. I mean, he is lots of empathy towards our clients. പിന്നെ അവർ ആരോടും അധികം അങ്ങനെ സംസാരിക്കാറില്ല. He was kind of reserved. പിന്നെ മിക്ക കേസുകളിലും ഈ എതിർകക്ഷികളിൽ നിന്ന് ത്രെഡ്സ് വരാറുണ്ട്. ആ സമയത്തും 1-2 ഇൻസിഡൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ സ്ഥിരമുള്ളതാ, ഈ അൺനോൺ നമ്പേഴ്സ് മറ്റും. ഞങ്ങളങ്ങനെ കാര്യമാക്കാറില്ല. ആ സമയത്ത് നിങ്ങൾ ഡീൽ ചെയ്തിരുന്ന കേസുകളുടെ ഡീറ്റെയിൽസ് തരാൻ പറ്റും? ഓൾസോ സാർ, ഐ റിമെമ്പർ കാർത്തിക് കാണാതാകുന്നതിന് 2 ദിവസം മുമ്പ് വരെ ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു അയാൾ. എന്തോ അയാളെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. ചോദിച്ചിട്ട് കാരണമൊന്നും പറഞ്ഞുമില്ല. ഇൻഫാക്ട് ഈ പല കേസ് ഫെയിൽ ചെയ്യുമ്പോൾ അവൻ ഭയങ്കര മൂഡ് ഓഫ് ആയി കാണാറുണ്ടായിരുന്നു. അന്ന് കാർത്തിക് താമസിച്ചിരുന്ന വീടിന്റെ അഡ്രസ്? നൈബേഴ്സ് ആയിരുന്നെങ്കിലും അങ്ങനെ വലിയ പോക്കുവരവൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിനും അതിൽ വലിയ താല്പര്യമൊന്നും ഞാൻ കണ്ടിരുന്നില്ല. മോർണിംഗ് വാക്ക് സമയത്താണ് കൂടുതലും ഞാൻ കാർത്തികിനെ കാണാറുള്ളത്. അയാള് മ്യൂസിക്കിലൊക്കെ താല്പര്യമുള്ള ഒരാളായിരുന്നു. ഈ ഭരതനാട്യമൊക്കെ ഉപയോഗിക്കുന്ന. കാർത്തികിനെ കാണാൻ വിസിറ്റേഴ്സ് ആരെങ്കിലും നന്നായിട്ട് ഓർക്കുന്നുണ്ട്? വിസിറ്റേഴ്സ് വളരെ കുറവായിരുന്നു. പിന്നെ കാണാതാവുന്നതിന് 3-4 ആഴ്ച മുൻപ് ഒരു സ്ത്രീ വരാറുണ്ടായിരുന്നു. 2-3 തവണ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാരിയായിരുന്നു. സാരിയാണ് ഉടുക്കാറ്. അന്ന് ഞാൻ ഈ കാറ്ററാക്ട് സർജറി ചെയ്യാത്തത് കൊണ്ട് കാഴ്ച ഇത്തിരി ക്ലിയർ അല്ലായിരുന്നു. 31 ഡിസംബർ രാവിലെ ഞാൻ കാർത്തികനെ അവിടെ കണ്ടിരുന്നു. പിറ്റേന്ന് ന്യൂ ഇയറിന്റെ അന്നാ ആ സ്ത്രീയെ ഈ ഡേറ്റ് എന്തുകൊണ്ടാണ് ഞാൻ എങ്ങനെ ഓർമ്മിക്കുന്നത് ചോദിച്ചാൽ അതിനുശേഷം കാർത്തികനെ എവിടെ കണ്ടിട്ടില്ല. പിന്നെ കാർത്തികൻ അന്വേഷിച്ച് ആരും വന്നിട്ടില്ല. പ്രകാശ് അസോസിയേറ്റിലെ ദൃശ്യ കാർത്തിക് ലാസ്റ്റ് ഡീൽ ചെയ്ത കേസുകളുടെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. ഐ ഹാവ് സം ഐഡിയാസ്. വിൽ ടെൽ യു ലേറ്റർ. നിങ്ങൾക്ക് ഐസ്ക്രീം വേണോ? മട്ടൻ കഴിക്കുമോ? കഴിക്കും. ഹലോ, ഡൊമിനിക്. യെസ് മിസ്റ്റർ ഡൊമിനിക്. നന്ദിത എപ്പോഴെങ്കിലും കാർത്തിക് കൊച്ചി താമസിക്കുന്ന വീട്ടിൽ പോയിട്ട്? ഇല്ല, ഞാൻ ആ സമയം കൽക്കത്തയിലായിരുന്നു. ഓക്കെ ഓക്കെ. പക്ഷെ എനിക്ക് ആ വീടറിയാം. റെന്റ് ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ആ ഓണർ കുറച്ച് പ്രശ്നമുണ്ടാക്കി. എനിക്കിനി ആ വീട് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ വെക്കേറ്റ് ചെയ്തു. നെയ്ബർ ഫ്രാൻസിസ് പറഞ്ഞ പെൺകുട്ടി, she confuses me the most. സർ, എന്റെ നിഗമനത്തിൽ പൂജയ്ക്ക് അറിയാത്ത കാർത്തികിന്റെ മറ്റൊരു ഗേൾഫ്രണ്ട് ആയിരിക്കും. ചിലപ്പോ അവൾക്കായിരിക്കും കാർത്തിക് ആ സാരി ഗിഫ്റ്റായി വാങ്ങിയത്. 2ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേര് പറയും. നമുക്ക് ഇവരെ പിന്നാലെ പോയി നോക്കാം. ടോണി, സഞ്ജു, കാർത്തിക് ലാസ്റ്റ് ഡീൽ ചെയ്യുന്ന കേസിലെ ഓപ്പോസിഷൻ പാർട്ടീസാ. ഓഡിയൻസ് കറക്റ്റ് നീ വാച്ച് ചെയ്യണം.
ഇവരുടെ ആക്ടിവിറ്റീസ്, ഇവർ പോകുന്ന സ്ഥലങ്ങൾ. ആൻഡ് വി ക്യാൻ യൂസ് ദിസ് ടു റൈൽ ദം അപ്പ്. അല്ല സാർ എവിടെ പോകുന്നു? ഞാൻ ആ സമയം തമിഴ്നാട് വരെ ഒന്ന് പോകും, കാർത്തിക്കിന്റെ സ്വന്തം നാട്ടിലേക്ക്. ഒരു മനുഷ്യനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അയാളുടെ റൂട്ടുകളിൽ നിന്ന് തുടങ്ങണമെന്നാണ് ഇൻവെസ്റ്റിഗേഷൻ സയൻസ് പറയുന്നത്. കഴിക്കുന്നില്ലേ? സാറിന് കഴിക്കാവോ ഡയബറ്റീസ്? എടോ, എനിക്ക് അതിന് മാത്രം ഷുഗറൊന്നുമില്ല. ഐസ്ക്രീമൊക്കെ കഴിക്കാം. இந்த இடம் தான். நாங்களே இங்க 10 வருஷம் முன்னாடி தான் வந்தோம். சந்திரசேகரன் ஒருத்தர் தான் ஓனர். അവരുടെ അവരെங்க இருக்கு பேசலாமா? அவர் இப்ப இங்க இல்ல சார். அவரோட மனைவி 1 வருஷத்துக்கு முன்னாடி இறந்துட்டாங்க. அஸ்தி கரைக்கிறதுக்கு வாரணாசி வரைக்கும் போனவர் தான். இன்னும் வரல. ஆண்டனிடா எடிட்டர் படத்தை எடிட்டர் அவரு. போன் நம்பர் இது நான் சொல்லணும்னு நினைச்சேன். களம் காவல்ல வீட்ல இல்லையே. ഇവരറിയും. யார் சார்? பெரிய எடிட்டரா? പേര് കാർത്തിക്. தெரியல சார். சங்கர் முருகேஸ்வரர் எல்லாமே அது பண்ணுது. அவர் வந்தா பேச சொல்லு. ஓகே சார். சார் இங்க பக்கத்துல ஒரு ரூம் இருக்கு சார். அந்த டிராமா கம்பெனியோட பொருள் எல்லாம் இங்க தான். சார் இதான் இந்த பழைய இடம். இதுதான் களம் காவல்ல கூட அவருக்கு வந்து நல்லா தமிழ் தெரியும். பட் தமிழ் ஓரளவுக்கு தெரிஞ்ச மாதிரி பேசினார் பத்தி நிறைய இடத்துல. இங்கேயும் அதே தான் ஸ்லாங்கு. அது வந்து ஆடா தெரியல. நம்ம நிறைய இடத்துல ஆடா ஃபீல் பண்ணுவோம் பத்தியா தமிழ். நான் அவங்க தமிழ் இப்படி பேசுறாங்கன்னு. അവിടെ എന്തായി? പോസ്റ്റ് ഐഡി വർക്കൗട്ട് ആണോ? സാർ സഞ്ജയ് ഇബ്രാഹിം മൂപ്പൻ. സഞ്ജയ്ക്ക് ഇതിൽ ഇൻവോൾവ്മെന്റ് ഉള്ളതായിട്ട് തോന്നിയില്ല. പോസ്റ്റർ കണ്ടിട്ടും ആൾക്ക് പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ബട്ട് ഇബ്രാഹിം മൂപ്പൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ബട്ട് അഗൈൻ ഐ എം നോട്ട് സോ ഷുവർ. I know him. Worked with an NGO, right, this guy? യെസ് സർ. സോ ഐ ഗോട്ട് കൺഫ്യൂസ്ഡ്. എനിക്ക് തോന്നുന്നില്ല ആളാണെന്ന്. Okay. നമ്മുടെ ഈ എന്നാ മതി, cameos. തോന്നുന്നില്ല സർ. റിയാക്ഷൻ വെച്ച് ആളെ എങ്ങനെയാ കണ്ടുപിടിക്കുക? യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ടോണി ഇവിടെ? സർ ഐ ഫൗണ്ട് ഔട്ട് ദാറ്റ് ഹീസ് ഇൻ ദുബായ്. ഇന്ന് വരും. ഓക്കെ, ഐ ആം ഓൺ മൈ വേ ബാക്ക്. സീ യു ടുമോറോ. கோபப்படுத்துல டிவி வீடியோ கிளிக் பண்ணிட்டு ஏய் இட்ஸ் ஃப்ரிக்கிங் மர்டர் மேன் அப்படி அவர் எடிட்டர் இது வந்தாரு. அவரோட அது கோல் பிளட்டட்மா. ഏയ് കുഴപ്പമില്ല. யார் மிஸ்ஸிங்னு போட்டுருக்கோம் அந்த பையன் தான், அவன் தான். ஏய் சர்பத் சம்மி நீங்க என்ன பண்ணிட்டு இன்னும் இந்த போட்டோ பார்த்தா பம்புறான். മോർണിംഗ് മിസ്റ്റർ ടോണി. മോർണിംഗ്. മതില് വൃത്തികേടാക്കിയല്ലേ? ചെയ്യാൻ നമുക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യനാ. എന്ത് ചെയ്യാൻ? ഡേറ്റ് തെറ്റാണ്. 2 ദിവസവും 2 വർഷം. കൃത്യമായി പറഞ്ഞാൽ 2021 ഡിസംബർ 31. നോർത്ത് നോക്കിയേ, ശരിയല്ലേ? അടുത്ത പ്രാവശ്യം പ്രിന്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. സാറവന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ചായിരുന്നോ? വേറെ ആർക്കും ഇതുപോലെ റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. എന്റെ ഐഡിയ വർക്കൗട്ട് ആകണമെന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ സിമ്പിൾ ഐഡിയാസ് ആണ് വർക്കൗട്ട് ആകുക. അവന് കാർത്തികനെ കുറിച്ച് എന്തോ അറിയാം. നമ്മളിനി അവനെ എന്ത് ചെയ്യും സർ? നമ്മളൊന്നും ചെയ്യണ്ട, അവൻ തന്നെ ചെയ്തു. നമുക്ക് വെയിറ്റ് ചെയ്യാം. அவனே தேடி வருவான். ഹലോ മിസ്റ്റർ ഡൊമിനിക്. അയ്യോ, തീരെ പ്രതീക്ഷിച്ചില്ല. എനിക്കിട്ട് പണി തരാൻ വരുന്നവരെ വരെ ഞാൻ പ്രതീക്ഷിക്കുന്നതാ. പക്ഷെ ഇങ്ങനെ ഒരാളെ തീരെ പ്രതീക്ഷിച്ചില്ല. വരും. അറിയില്ലേ ഇവിടെ കൊച്ചിയിൽ ഒരു ഡാൻസ് പ്രോഗ്രാമിന് വന്നതാ. ഹൗസ് ഓണർ வந்து பார்த்துட்டு ഡൊമിനിക്കിനെ പറ്റി ഓർത്തത്. ചേട്ടനെ പറ്റി എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടിയോ എന്ന് അറിയാൻ വന്നത്. കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. സിറ്റിയിൽ മുഴുവൻ ഡൊമിനിക് ഡിറ്റക്റ്റീവ്സിന്റെ പോസ്റ്റർ ആണല്ലോ. നമുക്ക് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും കൊടുക്കാനുള്ള ഈ ആഡ് കൊടുക്കാനുള്ള വകുപ്പില്ലല്ലോ. As far as the case is concerned, മിസ്റ്റർ ഡൊമിനിക് ഇപ്പോൾ അന്വേഷിക്കുന്നത് പൂജയാണോ അതോ കാർത്തികിനെയാണോ? പൂജയിലേക്ക് എത്തണമെങ്കിൽ കാർത്തികിന് എന്ത് സംഭവിച്ചു എന്നറിയണം ആദ്യം. എനി ലീഡ്സ്? ലീഡുണ്ട്. வாய்ஸா மாறினே இருக்கு. കിട്ടിയതാ. தமிழ் அண்ட் മലയാളം വായ്സ്. പുള്ളിക്കാരന് കാർത്തികിന്റെ മിസ്സിംഗുമായിട്ട് അവൻ voice தான். ഇൻവോൾവ്മെന്റ് ഉണ്ട്, ദാറ്റ് ഐ എം ഷുവർ. പക്ഷെ വേണ്ടത്ര തെളിവുകളില്ല. പിന്നെ ഞാനൊന്ന് നാഗർകോവിൽ വരെ പോയി നിങ്ങളുടെ ആ പഴയ നാടക ട്രൂപ്പ് തപ്പിച്ചു. ഞാനതിന് അഡ്രസ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പണ്ടുപോലെ എങ്ങനെയാ, ഒരു തുമ്പ് കിട്ടിയാൽ തുമ്പ വരെ പോകും. ചന്ദ്രശേഖർ മാമിയെ കണ്ടോ? ട്രൂപ്പിന്റെ ഓണർ? ഇല്ല, പുള്ളി ട്രൂപ്പൊക്കെ വിട്ട് നാട് വിട്ട് അങ്ങോട്ടോ പോയി. വിളിക്കാനാണ് ഫോണുമില്ല. ഇനിയിപ്പോ ഈ കേസിന്റെ കാര്യം വെച്ച് ആലോചിക്കുമ്പോ പുള്ളിക്കാരന് മിസ്സിംഗ് ഏതാണോ ഭർത്താവ്?
This is an interesting place. That's a cute chair. ഓ എന്നാ ഇത്? ആ നിങ്ങളുടെ നാടക ട്രൂപ്പിൻ്റെ പഴയ ഒരു ആൽബമാണ് അടങ്ങിയെടുത്തു. ചേട്ടൻ്റെ ഫോട്ടോയൊക്കെ കാണും. ഫോട്ടോസ് கார்த்திகை காட்டினாங்களா இது வரைக்கும் ஒண்ணு അതോ? காட்டல. കാട്ടണം കാട്ടണം. വേറെ ആരാ ഇവനാണോ? இல்லடா. அவன் அமைச்சிருக்கான் போலடா. யாரு? துபாயில இருந்து ஒருத்தர் இருந்தார்ல. இல்ல சர்பத் மேபி தாடி வச்சிருந்தா மாஸ் இருக்கும். வேற யார்கிட்ட போய் பிரச்சனை பண்ணாரு? அவன் எந்த ஒரு சொல்லி எல்லாம் வந்துடும். பெரிய பருப்பு இருந்துச்சு சொன்னாலும் தெரிஞ்சிடும் அது. பூம் பூம் போடு. இன்னும் മെതിച്ചേ അരച്ചിടാൻ തീ സാധനത്തിൽ തീയിട്ടിടാ. സാധനത്തിൽ വലിയ ഷെർലക് ഹോംസ് കളിക്കാതെ വീട്ടിൽ ഇരുന്നോണം. ഡൊമിനിക് ഡിറ്റക്റ്റീവ് പീസ് ഓഫ് ഷിറ്റ്. അസിസ്റ്റന്റ് സാർ ഉங்களை അടിக்கிறதுக்கு ആൾ വരാங்க സാർ. ഹലോ. എന്റെ വീട്ടിന്റെ മുമ്പിൽ നിനക്ക് പോസ്റ്റർ ഒട്ടിക്കുന്നില്ലടാ. നിന്റെ അടിയന്തരത്തിന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത് നിനക്ക് കാണണോ? അതിനു മുമ്പ് നിന്നെ തീർക്കുന്ന എങ്ങനെയാണെന്ന് നിനക്ക് കാണണോടാ? നിനക്കൊരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ നീ ഇനി ഇടപെട്ട അവനെ കാണാതെ പോയ പോലെ നിന്നെ കാണാൻ മാട്ടിക്കുന്നു. കാണണോടാ നിനക്ക്? Mr. Dominic, are you okay? What's going on? Shouldn't you call the police? No. I'm all right. I'm okay. Are you okay? എന്തുള്ളതുകൊണ്ടാ ഞാൻ എൻ്റെ വയലൻസ് ഒന്ന് ടോൺ ഡൗൺ ചെയ്തു. കാണായിരുന്നു. ഗുണ്ടകളാ 5 മിനിറ്റ് അതിന് പോരാ. ബ്രോ I'm okay. എനിക്ക് എന്തെങ്കിലും പറ്റിക്കാണോന്നുള്ള പേടിയാ ഭാഗത്ത്. പുറത്ത് നെയ്ബേഴ്സൊക്കെ ബഹളം വെക്കുന്നുണ്ട്. ടോണിയുടെ ആൾക്കാരാ. ടോണി ആകെ ഒന്ന് പാനിക്കായിട്ടുണ്ട്. ഇതൊക്കെ പുള്ളിയുടെ ചെറിയ നമ്പറാ. மேலந்து ஒருத்தன் ஊந்தான்ல அவன் கீழே ஏதோ அவங்க இதுல ஊண்டுக்கிறான்னு நினைக்கிறேன். ഇതൊന്നും ആവശ്യമില്ല. നീ സർവീസിലായിരുന്നപ്പോ ഇതൊക്കെ സ്ഥിരം പതിവല്ലേ. ഞാൻ ഈ കൊച്ചിയിലായിരുന്നപ്പോ ഞാനാ ഈ കൊച്ചി ക്ലീൻ ആക്കിയത്. மறுபடியும் இதுவா பிக் பி ரெஃபரன்ஸா? ഒരു വലിയ സൈന്യം உண்மையதான் சொல்றாரோ? എല്ലാത്തിനും പൊടിച്ച് മാളത്തി കയറ്റി. நம்ம முள்ளடா ஒரு வாட்டி ஒரு ஜோக்கர் சொல்லுவான் பத்தியா டினோவை கத்திஸ் கார் அடி. ബ്രോ റിലാക്സ് ഡാ. ഒന്നുമില്ല. ഐ എം ഓക്കേ. റിലാക്സ്. ഓക്കെ മിസ്റ്റർ ഡൊമിനിക്, എനിക്ക് പോകണം. പ്രോഗ്രാമിന് ടൈമായി. പ്ലീസ് ടേക്ക് കെയർ. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? യുദ്ധം. ഇവനെ ഇവിടെ നിന്ന് പുറത്താക്കിയേ പറ്റൂ. ഹൗസ് ഓണറോട് ഞാൻ പറഞ്ഞു മടുത്തു. എന്താണോ ഇവിടെ ഞങ്ങളെ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. തനിക്ക് എന്ത് തോന്നിയാസം കാണിക്കാം? മര്യാദയ്ക്ക് ജീവിക്കണം. തന്നെ കാണിക്കാൻ അടുത്ത അസോസിയേഷൻ മീറ്റിംഗിന് കേട്ടോ. ഓക്കെ. താങ്ക് യു സ്വാമി. അയ്യോ യു ഓക്കെ. யாரா அந்த சுவாமி? இதோட ரெண்டாவது காலம் மூணாவது காலம் பேசுறதுல ஒரு 10 ஆரம்பிச்சு தெரியலையே. ஜீவி வந்தாரு பாரு. അയ്യോ ഓക്കെ സാർ. ഐ എം ഓക്കെ. സാറിന്റെ എന്നെ വിളിക്കാന്നെ ആ ഇടിയുടെ തിരക്കിനിടയിൽ അവന്മാര് സമയം തന്നില്ല. അടുത്ത പ്രാവശ്യം എന്നെ തിരിഞ്ഞു വന്നാണ് മേടിച്ചോ. സാർ ടോണിയുടെ ആൾക്കാരായിരുന്നു സാർ? അതെ. എങ്ങനെ മനസ്സിലായി? ടോണി പറഞ്ഞു. സാറെന്ന് വേള ചൊറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന്. ആണോ? അങ്ങനെ ഓർത്തെങ്കിൽ നേരത്തെ പറഞ്ഞോട്ടേടാ. ഞാനൊന്ന് പ്രിപ്പയർഡ് ആവൂലേ? സാർ നമുക്കിനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണോ? ഈ കേസ് അങ്ങ് വിട്ടാലോ? ആ പോസ്റ്റർ കണ്ടതും ടോണി വിളിച്ചത് ഈ പ്രകാശനെയാ. ഇൻഫർമേഷൻസ് എനിക്ക് സൈബർ സെല്ലിൽ നിന്ന് കിട്ടി. ബട്ട് വൈ ഡിഡ് ഹി കോൾ യു? Akash or Vinita. And what is the connection?
വിനീത് പേരുത പ്രകാശ Yes, sir. அவங்களுக்கு ஏதோ லிங்க் இருக்கு Say it okay. Yes. ആ ഇൻസ്റ്റാഗ്രാം പേജാണ്. എന്താ അത് സർ? അതെ, നെറ്റിയിലൊരു മുറിവ്. ഇത് ഡിസംബർ 31 രാത്രി. ഇത് ജനുവരി 1 വൈകുന്നേരം. ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ രാത്രിക്ക് ശേഷം ഈ നിമിഷം വരെ കാർത്തികിന് അറിയില്ല. ഹൗ ഡു യു ഡു ദിസ് സർ? അന്ന് ഞാനും ഈ ഫോട്ടോസൊക്കെ കണ്ടതാ. പക്ഷേ സാറിന് മാത്രം എങ്ങനെ ഇതൊക്കെ? ഒബ്സർവേഷൻ, കോൺസെൻട്രേഷൻ. ഇതിൽ നിന്ന് എനിക്ക് എന്ത് പറയാൻ പറ്റും? പൗരുഷം സർ. ഈ വാച്ചിന്റെ ടൈറ്റൻ സർ. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇല്ല. ഓക്കെ, നിന്റെ വാച്ച് എൻ്റെ വാച്ച് കിട്ടിയിട്ട് ഏകദേശം ഒരു 3 മാസമായി കാണും. 2-3 മാസം. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നീ ബീച്ചിൽ പോയി ഒന്ന് വീണു, കാല് തെറ്റി. വാച്ച് ഒന്ന് പൊട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. നിന്റെ കയ്യിൽ ഈ വാച്ച് വരുന്നതിന് മുമ്പ് ഇത് മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയിരുന്നു. അയാളുടെ പേര് ഇത് ജി ഷോക്കിന്റെ 3 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ്. ഇതിന്റെ സൈഡൊന്ന് പൊട്ടി കടൽ മണ്ണകത്ത് കിടന്നിട്ടുണ്ട്. പിന്നെ നിന്റെ കൈക്ക് കംഫർട്ടബിൾ ആകാൻ വേണ്ടി നീ ഒരു എക്സ്ട്രാ ഹോൾ ഇതിലിട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇതിന് മുമ്പ് നിന്റെ വീട്ടിൽ നിന്നേക്കാളും തടിയുള്ളത് മാർക്കറ്റിൽ ബിസിനസ് ചെയ്യുന്ന നിന്റെ 2 അമ്മാവന്മാര് രാകേഷും ഗോപനും. ഞാൻ രാ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ മുഖത്ത് യാതൊരു എക്സ്പ്രഷൻ ഉണ്ടായില്ല. ഗോ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു. സോ ഇറ്റ്സ് ഗോപൻ ആൻഡ് ഗോപൻ ഉള്ളി. പക്ഷേ ഇവിടെ കോൺസെൻട്രേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഒബ്സർവേഷൻ. വെൻ യു ലൂസ് യുവർ കോൺസെൻട്രേഷൻ യുവർ ഡിഡക്ഷൻസ് വിൽ ഗോ റോങ്. ഓക്കെ സർ. പ്രകാശ് സാറ് വരാൻ ലേറ്റ് ആവും, വെയിറ്റ് ചെയ്യണ്ടെന്നാ പറഞ്ഞത്. സാർ വന്ന കാര്യം പറഞ്ഞല്ലേ? ഞങ്ങൾ വേറെ ദിവസം വരാം. ഓക്കെ. வரமாட்டான்ல, அவன் உள்ளதான் இருக்கான். ஆடி நாய் உள்ளது അശാനകത്തുണ്ട്. അതാണെന്ന് പറഞ്ഞപ്പോൾ നൈസായിട്ട് ഊരിയതാ. Now I am sure that I am on the right track. சுரேஷ் இப்போ இந்த படத்துல போய் நடி எல்லாத்தையும் அப்சர்வ் பண்ணிக்கோ, பார்த்து எல்லாத்தையும் கத்துக்கோ. அமுச்சு விட்டாரு நினைக்கிறேன். ഇവളെന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും. படத்துல மட்டும் அப்ரண்டிஸ் கிடையாது. இதுக்கப்புறம் ரியல் லைஃப்ல நீ தான் எல்லாத்தையும் கத்துட்டு. പക്ഷെ ഇപ്പൊ എവിടെയാ, എന്താ, എന്തെങ്കിലും പറ്റിയോ? ഒന്നും ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല സാർ. അവള് ജീവനോടെ ഉണ്ടോന്ന് പോലും എനിക്കൊരു ഉറപ്പില്ല ഇപ്പം. സാർ, ഈ പോലീസുകാരെ അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഈ കേസ് അന്വേഷിക്കാൻ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. സാറ് പൂജ വന്ന് അന്വേഷിച്ചിരുന്നെന്ന് ജാൻസി എന്നോട് പറഞ്ഞായിരുന്നു. സാറിന് എന്തെങ്കിലും വിവരം കിട്ടിയോ മോളെ പറ്റി? ഒരു കാർത്തികിനെ പറ്റി പൂജ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പൂജ പറഞ്ഞ അനുസരിച്ച് വളരെ പെക്യുലർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അവൻ്റെ. സാധാരണ ഇവളോട് പോലും പറയാതെ 2-3 ആഴ്ചയൊക്കെ അങ്ങ് ഒറ്റയടിക്ക് മുങ്ങിക്കളയും. പിന്നെ ഒന്നും അറിയാത്ത പോലെ പെട്ടെന്ന് അങ്ങ് കയറി വരുമെന്ന്. ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവക്കവനെ വലിയ ഈ കാർത്തികിനെ കാണാൻ വേണ്ടിയാണ് പൂജ അന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 2 വർഷം മുമ്പ് അവർ മൂന്നാറിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട്. അന്നാണ് അവർ ബ്രേക്കപ്പ് ആവുന്നത്. അതിനുശേഷം കാർത്തിക് മിസ്സിങ്ങാണ്. കാർത്തിക് കാരണം പൂജ മിസ്സായതാണോ, പൂജ കാരണം കാർത്തിക് മിസ്സായതാണോ? നിങ്ങൾ എന്തായി പറയുന്നേ? അവസാനമായിട്ട് പൂജയോട് എന്നാ സംസാരിച്ചത്? അന്ന് രാവിലെ ഫോണില്. പിന്നെ അവള് വാട്സപ്പില് കുറച്ച് ഫോർവേഡ് ലിങ്ക്സ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഡെയിലി അവൾ അയച്ചു തരുന്നതാ. അന്ന് ആ വീഡിയോ ഓപ്പൺ ആവാത്തപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു. പറഞ്ഞു തിരിച്ചു വിളിക്കാം, തിരക്കില്ല, ബസ് സ്റ്റോപ്പിലാ, ആരെയോ കാണാൻ പോവാന്നാ എന്നോട് പറഞ്ഞേ. ആരെ കാണാൻ പോകുന്ന പറഞ്ഞത്?
ഒരു ഫ്രണ്ടിനെ കുറച്ച് ദൂരെന്നാ പറഞ്ഞ. പോയിട്ട് അത് കഴിഞ്ഞ് പാലക്കാട്ട് എന്റെ അടുത്ത് വരാന്നാ പറഞ്ഞ. സമാധാനം കിട്ടിരിക്കെ ഒളിഞ്ഞു വരുന്നേ. ആ പേഴ്സില്ല അതിൻ്റെ കൊടുത്ത പൂജയുടെ പേഴ്സാ. ஆமா ஃபர்ஸ்ட் சீன் இவன்டா இவன்டா என்னது எரிச்சிட்டு போனா ஏன்னுட்டு. ஆமா ஆமா സർ എന്തെങ്കിലും പ്രശ്നം அவங்க அந்த கூட வந்தவங்க தானே அந்த ஆபீஸ்ல கூட வந்தவங்க. கூப்பிட்டானா മാക്സിമം അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. ഫസ്റ്റ് മൂമെന്റ് ഏകദേശം ഇത് മുതൽ ஓ அங்க என்ன நடந்தது കാട്ട്. നെഞ്ചിന്റെ കീഴെ ഒരു പഞ്ച് കുനിയും ഇങ്ങനെ പറയും. കാലിന് ഒരു എത്ത് മുട്ട കൊണ്ടൊരു ചാമ. അപ്പൊ നീ വരും രണ്ട് കൈയും പിടിച്ച് ചെവിക്കൊട്ടൊരു കണ്ണിന്ന് പൊന്നിച്ച് പറക്കും. ഒരു പിന്നെ ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഒരു കഴിയും. മനസ്സിലായി. സാറന്ന് വീട്ടിൽ വന്നവരെയും ഇതുപോലെയൊക്കെയാണോ? അവർ വരും ഗുണ്ടകളല്ലേടാ. ഫൈറ്റ് സയന്റിഫിക് ആയിട്ട് പഠിച്ചിട്ടില്ല. അത് മാത്രമല്ല സർപ്രൈസ് ആയിരുന്നു. അത് ഞാൻ മാനേജ് ചെയ്തു. ഇവൻ വെറും മൊണ്ണ, നിനക്ക് ഹാൻഡിൽ ചെയ്യാനേ ഉള്ളൂ. ட்ராப் தானா கண்டுபிடிச்சிருக்காரா? What kind of a place is this, sir? It's just open, huh? Shagri Po, thank you so much. Sorry to have used you for this. No problem, sir. Glad to be of some help. Karthik was really a nice guy. Oh. பேசியெல்லாம் ഞാൻ ഉണ്ണാക്കനെന്ന് വിചാരിച്ചോ? ഫേക്ക് പോലീസ് ഐ ഡി കാണിച്ച് നടക്കുന്ന തുക്കട ഡിറ്റക്റ്റീവ്. I have this instinct. അത് സാധാരണ തെറ്റാറില്ല. എന്നെ കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ലീഗൽ കോസ്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാധാരണക്കാർക്ക് വേണ്ടി ഒരു ചെറിയ ഹെൽപ്പ്. എത്ര കാലം നീ ഒളിച്ചിരിക്കും? ഞാൻ നിന്നെ തേടി പല സ്ഥലത്തും അവിടെ നിന്നെല്ലാം നീ എന്നെ ഒഴിവാക്കി. അതുകൊണ്ടാണ് ഞാൻ ഈ തൂക്കമായിട്ട് വന്നത്. വാ ഇരിക്കേ ഇരിക്ക. ഇനി നമുക്കൊന്ന് സംസാരിക്കാം. സർ, അന്ന് രാത്രി കേസ് ഫയലുകൾ തിരിച്ചേൽപ്പിച്ചതിന് ശേഷം കാർത്തിക് റിസൈൻ ചെയ്തു എന്നാ പ്രകാശ് സാർ ഞങ്ങളോട് പറഞ്ഞത്. കാണാതായ ദിവസം രാത്രി 10:52 കാർത്തികിന്റെ, താങ്കളുടെ, ടോണിയുടെ എല്ലാവരുടെയും ഫോണിന്റെ ടവർ ലൊക്കേഷൻ സെയിം ആയിരുന്നു. ഏകദേശം 11:20 എല്ലാവരുടെയും ഫോണിന്റെ ടവർ ലൊക്കേഷൻ മൈലുകൾക്കപ്പുറത്തുള്ള സ്ഥലത്തേക്ക് മാറി. അവിടെ വെച്ചാണ് കാർത്തികിന്റെ കയ്യിലെ ഫോൺ എന്നേക്കുമായി സ്വിച്ച് ഓഫ് ആയത്. അതിനുശേഷം അവന്റെ ട്രേസ് ഒന്നും ഉണ്ടായില്ല. അവൻ ജോലി റിസൈൻ ചെയ്തു പോയെന്ന് നിങ്ങൾ എല്ലാവരും പറഞ്ഞു അല്ലേ?
കാർത്തിക്കിനെ കാണാതായി മണിക്കൂറുകൾക്കകം നിങ്ങളുടെ നെറ്റിയിലുണ്ടായ ആ തിരിമുറി. യെസ് ഐ റിമെമ്പർ. റിവേഴ്സ് എടുക്കുമ്പം കാർ ഇടിച്ച മുറിവുണ്ടായത്. പിന്നെ ഒരാഴ്ചത്തേക്ക് ആ കാർ ഉപയോഗിച്ചിട്ടുമില്ല. അപ്പൊ ഞാൻ ചുമ്മാ തന്നെ കാറൊന്നും കിടക്കുന്നു. കമ്പനി വർക്ക്ഷോപ്പിൽ കൊടുക്കാതെ പുറത്ത് രഹസ്യമായി പണിയെടുപ്പിച്ച ഒന്നാം തരം ഒരു ആക്സിഡന്റ്. ആൻഡ് ഡേറ്റ് ഓഫ് സർവീസ് ഈസ് January 2nd, 2022. Why? It was an accident, a collision. അത് മറക്കാൻ വേണ്ടി. And it was not while reversing the car because the damage is in the front. എന്നാലും ആ വർക്ക്ഷോപ്പിൽ പയ്യനെ സമ്മതിക്കണം കേട്ടോ. ഇത്രയും ഡീറ്റെയിൽസ് ഓഫ് ഫോട്ടോഗ്രാഫ്സും തരാൻ വേണ്ടി അവൻ എൻ്റെ അടുത്ത് ചാർജ് ചെയ്ത് 15,000 rupees. ഈ വർക്ക്ഷോപ്പ് ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചെന്നാണോ? പൈസ കൊടുത്ത അച്ഛനെ അമ്മയെ ഒഴിച്ച് എല്ലാം ഈ നാട്ടിൽ കിട്ടും. അല്ല, പിന്നെ കാർത്തിക്കിന്റെ മിസ്സിംഗ് പോസ്റ്റർ കണ്ടിട്ട് ടോണി എന്തിനാ തന്നെ വിളിച്ചത്? എന്റെ വീട്ടിലേക്ക് എന്നെ തല്ലാൻ ആളയച്ചിട്ട് അയാൾ എന്തിനാ എന്നെ വിളിച്ചത്? ദാറ്റ്സ് വൈ യു ആർ ഹിയർ. കഴിഞ്ഞ 2 വർഷമായിട്ട് അവളുടെ സഹോദരൻ കാത്തിരിക്കുകയാണ്. கார்த்திகை பார்த்து அவன்கிட்ட பேசி எந்த தகவலுமே இல்லை. அவனுக்கு என்னாச்சுன்னு கூட தெரியல. മലയാളത്തിൽ For the sake of that girl, I don't mind taking a shot at you. No! It's confession time, Prakash. He was like my brother. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. കാര്യത്തിലേക്ക് വാ സാറേ. ഞാൻ അവനെ കൊന്നിട്ടില്ല ഡൊമിനിക്. It was all going well. കാർത്തിക് ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാന്ന് പറഞ്ഞു. He told me he's moving out for somebody else and we have to let him go. സെൻഡ് ഓഫ് പാർട്ടി தான் இது. ஏரண்ட் பார்ட்டி. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ടോണിയുടെ കമ്പനിയുടെ കേസ് ഫയൽസ് തരാനായിരുന്നു അവൻ അവിടെ വന്നത്. പക്ഷെ ഞങ്ങൾ ഒന്നിച്ച് കണ്ടതാണ് പ്രശ്നമായത്. ആ ഫയലുകൾ ഞങ്ങൾ 2 കൂട്ടർക്കും വിലപ്പെട്ടതായിരുന്നു. മണി ആൻഡ് ടോണീസ് കമ്പനീസ് ഫ്യൂച്ചർ ഇൻ ദ കോർട്ട്. കാർത്തികന് അത് ബാധിക്കുന്ന അനേകം ആളുകളുടെ ജീവിതം. I went after him only for this file. Just leave him. Just I need those papers. Just shut up. My boy, I need those papers. Ready up. அவன் செத்துட்டான்டா. துள்ளிச்சு லட்சினி அப்படியே கல்கட்டா போயிட்டான். அதில் தாங்கிறான் நீ. ഇവിടുത്തെ സ്വാമിയാ മത്ത് കേട്ടിന്തി. ഞാൻ അവനെ കൊല്ലണമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. I promise it was an accident. I lived every day with the hope that Karthik is alive somewhere and well. And every day with the fear that he may surface one day. സ്വാമി എന്തൊക്കെയാ? കാർത്തിക് 2 വർഷം മുമ്പ് ലേക്കിൽ വീണ് മരിച്ചെങ്കില് പൂജ 2 ആഴ്ചക്ക് മുമ്പ് കാണാൻ പോയത് ആരെയാ? ജാൻസി പറഞ്ഞത് പൂജ കാർത്തികിനെ കാണാൻ പോയിന്നല്ലേ? നിങ്ങള് കള്ളം പറയുന്നതാണോ? ആരാ കള്ളം പറയുന്നത്? പൂജ or ജാൻസി? Anyways, we'll have to find out Karthik's body to rule out or confirm any theories. Let's do that. It's high time we made this case official.
സമി, ഇതുവരെ ചെയ്ത എല്ലാ സഹായങ്ങൾക്കും നന്ദി. എന്തെങ്കിലും കിട്ടിയോ? ആ, ആളെ ഞാൻ വിചാരിച്ചത് തന്നെ. പക്ഷെ ഇനി അങ്ങോട്ട് നമ്മളെ കൊണ്ട് കുട്ടിയെ കൂടൂല. മുകളിൽ വരെ അറിയിക്കണം. അതുവരെ ഇവനെ നോക്കിക്കൊള്ളേ. ഡൊമിനിക്ക്, ഇത്തവണ പണി കൂടുതലാണ്, റേറ്റ് ഇത്തിരി കൂടും. എന്റെ പൊന്നു സ്വാമി, തരാം. ഒരേ നീയല്ലേ പറഞ്ഞോ ഞാൻ ആ മിസ്സിസ് മാധുരിനെ പറ്റിച്ച് കാശ് വാങ്ങിക്കുന്നു? അപ്പൊ മനസ്സിലായില്ലേ ഡിറ്റക്ഷൻസിന് എന്താ ചെലവ്? നിൽക്കുന്നവരോ വാ. എല്ലാരും ഡൊമിനിക് സാർ, ഇവനും കൂടെ ഇവൻ കാനഡയിൽ പോയ പിന്നെ വീണ്ടും ഡൊമിനിക്ക് ഇവിടെ പോലെ ഒറ്റയ്ക്കായി പോകും. ഐ മിസ് യുവർ സെൻസ് ഓഫ് ഹ്യൂമർ ഡൊമിനിക്. സാറി പോസ്റ്റിലുള്ളതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വഴി നോക്കിയേനെ. ടെൽ മീ. എല്ലാം തുടങ്ങുന്നത് ഒരു സിമ്പിൾ ലേഡീസ് പേഴ്സ് കേസിൽ இப்போ அவன் இறந்து போயிருந்தாலும் பாடி மேலே வந்திருக்கும்ல. அது போயிட்டு கல்லுல இல்ல மாட்டிருக்கலாம்டா, அது பிரச்சனை கிடையாது. அந்த லேக்ல பாடி இருக்கும்னு வச்சுக்கோ, அந்த மாதிரி கல்லுல மாட்டினா லேக்ல பாடி இருக்கும். நீ சொன்ன மாதிரி எதுவுமே இல்லைன்னா ரீசர்ஃபேஸ் ஆயிருக்கும். இந்த பொண்ணு யாரை பார்த்தது? 2 வருஷத்துக்கு முன்னாடி ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. The usual. Police, I tell you. Hence, Detective Dominic. Not by the book എന്ന് പറഞ്ഞില്ലേ? എന്താ ചെയ്തേ? പണ്ട് തന്റെ ഇൻഫേമസ് ചാവക്കാട് കേസ് പോലെ ആള് ICU വല്ലതും ആണോ? അങ്ങനൊന്നുമില്ല. ചുമ്മാ ഒരു ഗണ്ണൊക്കെ വെച്ച് ചുമ്മാ ഒന്ന് വരട്ടി. മൂന്നാറിൽ ഒരു ലേക്ക് ഏരിയ സെർച്ച് ചെയ്യാനുള്ള പെർമിഷൻ വേണം. And we are going to be looking for male, aged 30, and his name is Karthik. എപ്പോഴാണ് നടന്നത്? 2 വർഷം മുമ്പ്. We are going to be looking for a 2-year-old dead body. That too in the water. Please come. அட்லீஸ்ட் போன்ஸ் ஆகுது இருக்கும்ல. So superb sir, the way you handled it. മറ്റേത് ഡമ്മി കണ്ണായിരുന്നോ? நம்பவே முடியல. அது இல்லைன்னா கூட பைக் இருக்கும். அவன் புல்லட் வண்டி தானே ஓட்டின்னு இருந்தான். இல்ல இல்ல, நார்மல் பைக் மாதிரி தான், ஸ்ப்ளெண்டர் அந்த மாதிரி இருந்துச்சு. Can we come in? வந்துட்டீங்க. Dance rehearsals are going on. I'll be back. இங்கிலீஷ் ஒரு வாய்ஸ்ல இருக்கு, மலையாளம் ஒரு வாய்ஸ்ல இருக்கு. இல்ல இங்கிலீஷ் மலையாளம் ஒரு வாய்ஸ்ல இருக்கு, தமிழ் ஒரு வாய்ஸ்ல இருக்கு. அப்படியா? ഇംഗ്ലീഷ് ഇത് ரொம்ப ബേസാ இருக்க மாதிரி இருக்கு. ഇന്ന് കാർത്തിക്കിന്റെ ബർത്ത്ഡേ ആണ്. പതിവ് പോലെ ചേട്ടന് ഇഷ്ടപ്പെട്ട പായസം വെച്ചു. കഴിഞ്ഞ 2 വർഷമായി ഞാൻ ഒറ്റയ്ക്കാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. We have some information, but it doesn't look good. Prakash of Prakash Associates, പുള്ളിക്കാരൻ്റെ ഒരു കൺഫെഷൻ ഉണ്ട്. ആ December 31 ഉണ്ടായ ഒരു ആക്സിഡന്റിൽ കാർത്തിക് ഇവിടെ അടുത്തുള്ള ഒരു ലേക്കിലേക്ക് വീണുപോയി. We are searching the lake for his body. അപ്പോ ഇനി ഞാൻ കാത്തിരിക്കണ്ടല്ലേ? பல்சரா പൾസറാ അത്? സാറ് ബൈക്ക് കിട്ടിയ അവിടെ നിന്നാണ് സാർ. ആ അറ്റത്ത് അവിടെ കല്ല് കെട്ടി താഴ്ത്തിയ പോലെ ഒരു ബോഡി ഉണ്ടെന്ന് പറയുന്നുണ്ട് അങ്കി അടിച്ചാ സാർ. പ്രകാശ് പറയുന്ന കള്ളമാണ് സാർ. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു പ്ലാൻഡ് മർഡർ പോലെയുണ്ട്. ஒன்றும் மூட்டையில் கட்டி போட்டுருவீங்க. இதுதான் போல போய் தலையில மட்டும் முடி நிறைய இருந்ததுன்னா சுச்சோ பூஜாவா? சார் this is female sir. പൂജ. എന്തൊക്കെയായി നടക്കുന്നത്? What is happening? This case of the lady's purse is now wide open. സർ, എനിക്ക് തോന്നുന്നത് കാർത്തിക്കിന് എന്ത് സംഭവിച്ചു എന്ന് പൂജയ്ക്ക് അറിയാമായിരുന്നിരിക്കും. അതുകൊണ്ടായിരിക്കും പ്രകാശും ടോണി അവളെ കൊന്നത്.
ഇത് ചെയ്തത് പ്രകാശൻ ടോണിയൊന്നുമല്ല. അല്ലെങ്കിൽ പ്രകാശിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ഈ ലേക്ക് സെർച്ച് ചെയ്യാൻ പോകണമെന്ന് അറിഞ്ഞ ആരെങ്കിലും പൂജയുടെ ബോഡി ഇവിടെ കൊണ്ട് ഇട്ടതായിക്കൂടെ? No chance. Don't be silly. പൂജയുടെ അമ്മയെ കാര്യങ്ങൾ അറിയിക്കണ്ടേ? എന്ത് തങ്ങച്ചി? ബോഡി ഐഡന്റിഫിക്കേഷൻ പ്രോസസ് ഒക്കെ അവരിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും? സ്വാമി പറയും. ആ നമ്പറുകളുടെ കോൾ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്. ഈ നമ്പറുകൾക്കിടയിൽ കോൾസ് ഒന്നും ഇല്ല. ലവ് പണ്ണതുക്കാக 31 മുതൽ ആക്റ്റീവ് അല്ല. രണ്ടാമത്തെ നമ്പർ മുമ്പേ എടുത്തതാണെങ്കിലും 2022 ജനുവരി മുതലേ ആക്റ്റീവായി യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ നമ്പറുകളൊന്നും ഡൊമിനിക് പറയുന്ന സ്ഥലങ്ങളിൽ യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ സ്വാമി. സ്വാമി സ്വാമി ആരുടെ ഫോൺ നമ്പറിനെ കുറിച്ചാണ് സംസാരിച്ചത്? സാറ് സ്മോക്ക് ചെയ്യുമല്ലേ? മൺസിന്റെ ബ്ലൂ ഇങ്ങനെയാണോ ടെൻഷൻ വലിയ ഡൗട്ട് ആകില്ല. Dominic, is it bad news? ആണോ അത് സമയം കൂടെ വേടാ പൂജയുടെ. അയ്യോ എന്റെ ദൈവമേ, ആ കുട്ടി സൂയിസൈഡ് ചെയ്തതാണോ? No, murder. Oh God. നീ ഇനി എന്താ ചെയ്യാൻ പോണേ? Now I don't have a choice. I will find the killer. പോലീസ് സ്റ്റേഷൻ പോത്താ. ഹലോ. ഡൊമിനിക്കാണ്. അന്ന് അതായത് ജനുവരി 10 പൂജ കുറച്ച് ഫോർവേഡ്സ് അയച്ചെന്ന് പറഞ്ഞില്ലേ? അതെനിക്കൊന്ന് അയച്ചോ. ശരി സാർ. ഓക്കെ. സാർ പൂജയുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. Pooja sent this to her mother. ரைட்டு ஏதாவது போல மிஸ்ஸில ஏன்னா அவங்க தேடி வந்தாங்கல்ல. കാർത്തിക്കിന് നന്ദിത എന്നൊരു സിസ്റ്റർ ഉള്ള കാര്യം சென்னை சென்னைன்ற பேர் அவர் ஊர் வரைக்கும் அவர் വീട് വரைக்கும் വന്നാங்களே. എതുക്ക് சும்மா பார்க்கவா? നീ നന്ദിതയെ മീറ്റ് ചെയ്യാതിരിക്കാനായിരിക്കോ പൂജ അവര് കൊന്നത്? സർ ഇനി നന്ദിതയായിരിക്കും നെക്സ്റ്റ് ആഗ്രഹം. അയ്യോ இப்படி വരെ പോതാ ഒരു നീ കാണുന്നത് അതായിരിക്കും, പക്ഷെ ഞാൻ കാണുന്നത് അതല്ല. പൂജ ഇവിടെ വന്നിട്ടുണ്ട്. That's why we are here. ഹലോ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പെൺകുട്ടി ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ഇവിടെ? ഞാൻ പണ്ട് മുതലേ കുട്ടികളുടെ കൂടെ ഉള്ളതാ. കാർത്തിക എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. മോൻ പോയ പിന്നെ ഇപ്പൊ നന്ദിത മോളുടെ കൂടെയാണ്. എന്താ നിങ്ങൾ പേര്? രാമേന്ദ്രൻ. അപ്പൊ ഈ പെൺകുട്ടി നിങ്ങൾ കണ്ടിട്ടേ ഇല്ല? ഇല്ല. ഇവിടെ വന്നോ, ഞാൻ പോയിട്ടുരാം. സർ ലേക്കിൽ നിന്ന് കാർത്തിക്കിന്റെ ബോഡി കിട്ടിയില്ല. നിങ്ങൾ ലേക്ക് മുഴുവൻ നോക്കിയില്ലേ? ഇനി ലേക്കിന്റെ അടിയിലെങ്ങാനും റെമിനൻസ് No, we didn't find anything. അപ്പോ കാർത്തിക് എവിടെയോ സേഫായി ഉണ്ടാവും അല്ലേ? എന്തെങ്കിലും ഒരിക്കൽ എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമായിരിക്കുമല്ലേ മിസ്റ്റർ ഡൊമിനിക്? ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ആശാനിങ് വരും. Don't lose hope. Yeah, I'm hopeful. We should celebrate his birthday. Paisam. Come, please come. Please sit. ரோஷா மாதிரி பாயசம் ஊத்துற போது எத்தனை அவ்வளோ ட்ரீம் கேச்சர் வச்சுருக்காங்க வீட்டில். ட்ரீம் கேச்சர் நிறைய வச்சுருக்காரு. ட்ரீம் கேச்சர் ஆனா அது அந்த காசு குத்துனால பாத்துட்டாரா என்ன? டே இல்ல பாக்கல. அவரு பாத்துட்டாரா? யாரு? மமுக்கா? இல்ல பாக்கல அதான் கேட்டேன். You must have this. ഓ അന്നിക്കേ കൊടുത്തിരിക്കാളാ. You made it? ശുഭകാര്യങ്ങൾക്ക് മുമ്പ് അല്പം മധുരം കഴിക്കുന്നത് നല്ലതാ.
റൈറ്റ്. കഴിക്കൂ. ഷുഗറാണ്, അതുകൊണ്ട് പായസം ഒന്നും അധികം കഴിക്കാറില്ല. ഒരു തുള്ളി. ഹാപ്പി ബർത്ത്ഡേ ടു കാർത്തിക്. നന്ദിതയുടെ ബർത്ത്ഡേ എന്നാണ്? January 1st. ഡൊമിനിക്കിന്റെ September 30th. How old are you? If I may ask. 25. 15ാമത്തെ വയസ്സിൽ നന്ദിതയ്ക്ക് ഒരു ഹാർട്ട് സർജറി ഉണ്ടായെന്ന് പറഞ്ഞു. അതിനുശേഷം നാഗർകോവിൽ തന്നെ ചന്ദ്രശേഖർ മാമിയുടെ കൂടെ ഡാൻസ് ഡ്രാമ. ഓ, ചന്ദ്രശേഖർ. അന്ന് പോയിട്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല. ഞാൻ ആ നമ്പർ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ട് തിരിച്ചു വിളിക്കാം. എത്ര നാൾ ഉണ്ടായിരുന്നു നാഗർകോവിലിൽ? അതൊരു 4-5 വർഷം. അതിനുശേഷം കൽക്കത്ത. എത്ര വർഷം? അതൊരു 3 വർഷം ഡാൻസ് ട്രെയിനിങ്. അതിനുശേഷം 2 വർഷമായി ഇവിടെ. കറക്റ്റാ കാൽക്കുലേറ്റ് ചെയ്ത്. ബംഗാളി അറിയോ? ഓ യെസ്. കൽക്കട്ട? അതിന് ডমিনিকিনে বেঙ্গলি അറിയുമോ? আমি কলকাতায় 3 বছরের জন্য ছিলাম। কাজ চালাবার মতো বাংলা শিখেছি। এখন আপনি আমার বিশ্বাস করে আসলে বাংলাই দরকার। আমার আর একটা প্রশ্ন আছে, জিজ্ঞেস করব? হ্যাঁ বলুন, জিজ্ঞেস করুন। Is this an interrogation? Yes. Why? ഈ വർഷങ്ങളിലൊന്നും നന്ദിതയുടെ ഫോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ പോലും കാർത്തികിന് പോയിട്ടില്ല. ആൻഡ് ഈ സമയങ്ങളിലൊന്നും ഒരു കൽക്കട്ട നമ്പറിലേക്കും കാർത്തിക് വിളിച്ചിട്ടുമില്ല. ഇത്രയും ഗാഠമായി സ്നേഹിക്കുന്ന 2 സഹോദരങ്ങൾ തമ്മിൽ ഇക്കാലം അത്രയും ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ doesn't it look strange? I have never used your phone. നീ അടുത്ത യൂസ് ചെയ്ത് തുടങ്ങിയത്? അതെ, കൃത്യമായി പറഞ്ഞാൽ 2022 ജനുവരി 1 മുതൽ. അതുകൊണ്ട് നന്ദിത കാർത്തികിനോട് സംസാരിക്കാറേ ഇല്ല. പക്ഷെ അങ്ങനെ ഫോണിൽ കൂടെയല്ല. ആ സമയം ഞങ്ങൾ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. മുംബൈ, ചെന്നൈ, മധുരൈ. അങ്ങനെ യു കെൻ ചെക്ക്. ലാസ്റ്റ് കണ്ടപ്പോൾ ആ ഫോട്ടോ എടുത്തത്. നന്ദിത കൽക്കട്ടയിൽ എവിടെ താമസിച്ചിരുന്നത്? അവിടെ പരിചയമുള്ളവരുടെ കുറച്ച് ഡീറ്റെയിൽസ് തരാം. Yeah, sure, I can give you some names. Give me some numbers and names. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? This feels like harassment, Mr. Dominic. You're not even a police officer. ഞാനപ്പോ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണോ? നമ്മൾ രണ്ടുപേരും ഇപ്പൊ ചെയ്യേണ്ടത് അതാണ്. പക്ഷേ പോലീസ് വരാതിരിക്കുന്നതാണ് ഇപ്പോ നന്ദിതയ്ക്ക് നല്ലത്. അപ്പോ ഞാനൊരു കൊല ചെയ്തിട്ടുണ്ടെങ്കിലും ഡൊമിനിക് ആണെങ്കിലും എന്നെ വെറുതെ വിടുമോ? അത് നമുക്കപ്പോ നോക്കാം. അല്ല, what's the concern, Mr. Dominic? 15 വയസ്സിന് ശേഷമുള്ള നന്ദിതയെ കുറിച്ച് ഒരു റെക്കോർഡ്സും ഇല്ല. ഒന്നും അവൈലബിൾ അല്ല. ടിൽ കാർത്തിക് ഡിസപ്പിയേഴ്സ്. നന്ദിതയെ ആരും കണ്ടിട്ടില്ല, ഇൻക്ലൂഡിംഗ് യുവർ നെയ്ബേഴ്സ്. ഐ വിൽ ചെക്ക് യുവർ കൽക്കട്ട വെയർഅബൌട്ട്സ്. തങ്കച്ചി കിടന്നോ? That's my concern. Something doesn't add up. Mr. Dominic, you're completely on the wrong track here. The track ഓടുകയും. ഇന്ന് പൂജ ഇവിടെ വന്നിരുന്നു. ഇവിടെയോ? Yes. No. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെ പൂജയെ കണ്ടിട്ടില്ല. ഞാൻ പൂജയുടെ അമ്മയെ കണ്ടിരുന്നു. അവര് പറഞ്ഞതനുസരിച്ച് പൂജ ഇവിടെ വന്നത് കാർത്തികിന്റെ സഹോദരി നന്ദിതയെ കാണാനാണ്. And she has sent your dance videos to her mother. ഇവിടെ ആരും ഒന്നും വന്നിട്ടില്ല, മിസ്റ്റർ ഡൊമിനിക്. പിന്നെ ഞാൻ കാർത്തികിന്റെ സിസ്റ്റർ ആണെന്ന് എത്രയോ പേർക്ക് അറിയാം. പൂജയും അറിഞ്ഞു കാണും. അങ്ങനെ വേണമെങ്കിലും എന്റെ വീഡിയോസ് അമ്മയ്ക്ക് സെൻഡ് ചെയ്യാമല്ലോ. പൂജയുടെ ബോഡി ഇന്ന് രാവിലെ അല്ലേ? Oh my God. How? That's what I'm asking you. അതാണോ പൂജ ഇവിടെ വന്നോ എന്ന് ചോദിച്ചത്? Am I a suspect? ഞാൻ പൂജയെ എന്തെങ്കിലും ചെയ്തെന്നാണോ ഡൊമിനിക് വിചാരിക്കുന്നത്? മിസ്റ്റർ ഡൊമിനിക്, 2 വർഷമായി എന്റെ ചേട്ടൻ ജീവനോട് ഉണ്ടോ അതോ മരിച്ചു എന്ന് പോലും അറിയാതെ കാത്തിരിക്കുകയാണ് ഞാൻ. I'm not a killer. I'm a dancer. എനിക്കെങ്ങനെ ഒരാളെ കൊല്ലാൻ പറ്റും? അതുപോലെ പൂജ ജീവനോട് ഉണ്ടാവേണ്ടത് എന്റെ കൂടെ ആവശ്യമല്ലേ? എന്റെ ചേട്ടൻ എവിടെ ഉണ്ടെന്ന് ആ കുട്ടിക്ക് അറിയാമെന്നല്ലേ മിസ്റ്റർ ഡൊമിനിക് പറഞ്ഞത്? Why would I kill her? Maybe അന്ന് രാവിലെ അവൾ ഇങ്ങോട്ട് പുറപ്പെട്ട് കാണും.
10th ജാനുവരി ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അവളിവിടെ എത്തിയിട്ടില്ല. பண்ணும்போது கரெக்டா பண்ணுவோம். പറഞ്ഞല്ലോ ആദ്യം വന്നപ്പോ. ജനുവരി 9 തീയതി രാവിലെ പൂജ വീട് വിട്ടിറങ്ങുന്നു. മിസ്റ്റർ ഡൊമിനിക് പ്ലീസ്. ஹலோ டொமினிக் ஹியர். ஹலோ சார், நான் சந்திரசேகர். நீங்க நாகர்கோவில் வந்திருந்தீங்க, கார்த்திகை பத்தி கேட்டீங்கன்னு சொன்னாங்க. ഹലോ സാർ, ഐ ബീൻ വാണ്ടിങ് ടു ടോക്ക് ടു യു. ടെൽ മീ സാർ, കാർത്തിക് എന്നാச்சு? കാർത്തിക് കഴിഞ്ഞ 2 വർഷമായിട്ട് മിസ്സിംഗ് ആണ് സാർ. ഓ, പുള്ളിയെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുമെന്നറിയാൻ വേണ്ടി ഞാൻ സാറിനെ വിളിച്ചത്. நான் கார்த்திகை பார்த்து பேசி ஒரு 3 வருஷம் இருக்கும். என்னாச்சுன்னு தெரியலையே. என்ன சொல்றது, என் டிராமா ட்ரூப்ல அவன் தான் மெயின் ஆக்டர் சார். அவன் அப்பா அம்மா சின்ன வயசுலேயே இறந்து போயிட்டாங்க. அதுக்கப்புறம் அவனுக்கு எல்லாமே அவன் தங்க நந்திதா தான். பாவம், அவளும் சின்ன வயசுலயே போயிட்டான். அதுக்கப்புறம் கார்த்திக் அவன் அவனாவே இல்லைங்க சார். கார்ப்பரேட் ஃபீல்டுல ஒரு திரும்பியா? ஒர்க் பண்ணிக்கிட்டு இருந்தான். மேபி அங்க ஏதாவது பிரச்சனை இருந்திருக்குமா? ആരെ എവിടെ പോയെന്നാണ് സാർ പറയുന്നത്? அவன் தங்கச்சி சார், நந்திதா. എവിടെ പോയി? இறந்து போயிட்டா சார். സാർ മനസ്സിലായില്ല. சார், she is no more. She had a severe heart issue. She didn't survive that. സാർ, ഞാൻ നന്ദിതയുടെ കൂടെ അവരുടെ വീട്ടിൽ നിൽക്കുകയാണ്. Then you must be in heaven, Mr. Dominic. ஏன்னா அவ ஒரு ஏஞ்சல். அப்படி ஒரு பொண்ணு அவ. 15 வயசுல செத்து போயிட்டா சார். இவதான் அஞ்சலி. நானே தான் அடக்கம் பண்ணேன். ஃபீலர் கூட கார்த்திக் வரவே இல்லைங்க சார். அவ செத்துட்டான்னு அவன் இன்னைக்கு வரைக்கும் நம்பவே இல்லை, ஒத்துக்கவும் மாட்டான். அப்போ அவனுக்கு ஒரு 19 வயசு இருக்கும். கார்த்திக் ரொம்ப சாஃப்ட்டுங்க சார். ஒரு பெண் தன்மை உள்ள ஒரு ஆள். எஃபெமினிட். யூ see, அதை ஓவர் கம் பண்ணுறதுக்கு மேன்லியாக இருக்கிற மாதிரி ட்ரை பண்ணிக்கிட்டே இருப்பான். ஆஃப் ஸ்டேஜ் திட்டமிருண்டா நான் நடுவுல எனக்கு மைண்ட்ல வந்துச்சிரா ஒரு வாட்டி. കറക്റ്റ് വിരുമ്പി എടുത്ത് പ്ലേ பண்ணுவாൻ സാർ. പെങ്കൊച്ചൊക്കെ ദിവസം പ്രതി നല്ല സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണല്ലോ. 31 ഡിസംബർ രാവിലെ ഞാൻ കാർത്തികനെ അവിടെ കണ്ടിരുന്നു. പിറ്റേന്ന് ന്യൂ ഇയറിന്റെ അന്ന് ആ സ്ത്രീയെ ഞാൻ അവസാനം അവിടെ കണ്ടു. അവനെ കാണാതായതിനു ശേഷമാ നന്ദിത ഇങ്ങോട്ട് വന്നത്. കാർത്തിക് അയാളുടെ കയ്യിൽ നിന്ന് എന്തിനോ കുറെ കാശ് വാങ്ങിയിട്ടുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ തിരിച്ചു കൊടുത്തു. வாய்ஸ் மாறி இருந்துச்சா? ரொம்ப பாப்புலர் சார். அதுல அவன் குந்தவையா பண்ணான். ரொம்ப குந்தவை வேற. எனக்கும் எக்ஸ்பெரிமெண்ட் பண்ண ரொம்ப பிடிக்கும். தேங்க்யூ சார், ஐ வில் கால் யூ லேட்டர். നന്ദിത കൂടെ இருக்கேன்னு சொன்னீங்களே, அது யாரு? അതാരാണെന്ന് എനിക്ക് ഇപ്പോഴാണ് സാർ മനസ്സിലായത്. ഐ വിൽ കോൾ യു ബാക്ക് സാർ. குந்தவை கேரக்டர் வேற போச்சு. இது வந்தியத்தேவன் தெரிஞ்சுதான் அவ்வளோ. பூஜாவை சாவச்சா தெரியல. சரி, ஓகே, எல்லாமே சிங்க் ஆகி வருது. சாரி வாங்கினது இவனுக்காக வாங்கிருக்கான். கார்த்திக் மில்றா அப்படின்னா ഡിഡക്ഷനിൽ 20% എറർ ഉണ്ടാവുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ബട്ട് ദിസ് ടൈം ഇറ്റ് ഈസ് നോ കോൺസെൻട്രേഷൻ. ഐ ആം ഡിസപ്പോയിന്റഡ് വിത്ത് മൈസെൽഫ്. എന്ത് പറ്റി മിസ്റ്റർ ഡൊമിനിക്? ജീവിക്കാൻ വേണ്ടി ഓരോ മുഖംമൂടി എടുത്ത് അണിയുന്നവരാണ് ഞാൻ ഉൾപ്പെടെ എല്ലാവരും. പക്ഷേ 10-25 വർഷം നീ കൊണ്ടു നടന്ന ഒരു പുരുഷന്റെ മുഖം സ്ത്രീയാകാൻ വേണ്ടി നീ വലിച്ചെറിഞ്ഞു. റൈറ്റ്? റെസ്പെക്ട്. നിന്നെ ആദ്യം കണ്ടപ്പോഴേ വാസ് ഡ്രോൺ ടു യു, ഡിസ്ട്രാക്റ്റഡ് ബൈ യു. സ്റ്റിൽ ഐ ആം. അന്നേ നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും പൂജയെ കണ്ടെത്തുമായിരുന്നില്ല. ഞാൻ തിരിച്ചു പോയനെ, ഇൻട്രിഗ്ഡ് ആൻഡ് ഡിസ്ട്രാക്റ്റഡ്. പക്ഷെ എന്തുകൊണ്ട് നീ അത് പറഞ്ഞില്ല? ബിക്കോസ് യു ഹാഡ് സംതിങ് മോർ ടു ഹൈഡ്. പൂജ, യു കിൽഡ് പൂജ. വൈ? നന്ദിത. ഞാൻ നന്ദിത, കാർത്തിക്കില്ല. നന്ദിത ഇപ്പൊ ജീവനോടെ ഇല്ല. അവൾ 15ാമത്തെ വയസ്സിലെ മരിച്ചു പോയില്ലേ കാർത്തിക്?
സ്ത്രീയായി മാറിയ നീ നിന്റെ സഹോദരിയുടെ ഐഡന്റിറ്റി എടുത്താണ്. റൈറ്റ്? അന്നത്തെ ആക്സിഡന്റ് പോലും നീ വളരെ സമർത്ഥമായി ഉപയോഗിച്ചു. നന്ദിത മരിച്ചിട്ടില്ല ഡൊമിനിക്, കാർത്തിക്കാണ് മരിച്ചത്. നീ ആ ലേക്കിന്റെ അടിയിൽ പോയി നോക്ക്, അവിടെ എവിടെയെങ്കിലും കാർത്തിക് കാണോ? നീ പൂജയോടെ ഒന്നും പറഞ്ഞില്ല. ആൻഡ് ഷി ഹാഡ് നോ ഐഡിയ. ഞങ്ങളെ പോലെ അവൾ ഇവിടെ വന്നു. സംതിങ് ഹാപ്പൻഡ് ആൻഡ് യു കിൽഡ് ഹർ. അവൾ കാർത്തിക്കിനെ വീണ്ടും വീണ്ടും എന്റെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരുന്നു, ഈ ജീവിതമൊക്കെ കറിയില്ലാതെ പോലെ. കാർത്തികല്ലേ പറ, ഇതിനാണെങ്കിൽ നീ എന്തിനാ എന്റെ അടുത്ത് പ്രേമിക്കുന്നതായിട്ട് അഭിനയിച്ചത്? ഫോട്ടോസ് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായി. அதனால நான் அவளை கொன்னேன். എതുക്കാക കാർത്തിക് சொல்லி ഇനി ഒരിക്കൽ കൂടി ഞാൻ ജീവനോടെ ഇല്ലെന്ന് പറഞ്ഞാൽ നിന്നെയും കൊല്ലും ഡൊമിനിക്. ഞാനല്ല പറഞ്ഞത്, നിങ്ങൾ ചന്ദ്രശേഖർ മാമയാണ്. എന്നെ നന്ദിത ജീവിച്ചിരിപ്പില്ലെന്ന്. ഇങ്ങ വന്നേ. വീട്ടിലെ ഒരു ചേരിൽ ഉட்கார்ந்துருக்கல. யாரோ வந்து കാണിക്കല്ലേ. പാട്ട് വേറെ இன்னைக்கு ஏதோ நோட் பண்ணிருக்காரா என்ன? சும்மா பாட்டு சிங் இல்ல இருக்கு வாய்ப்பு இல்லை. எல்லாமே டீடைலிங்கா இருக்குல்ல. நிச்சயம் திறக்க போறான்னு பத்து இவ்வளோ சண்டைக்கு போட்டிடா. யார் மேல? சுரேஷ் பையன். இறங்கி போய் பாரு. நான் நடுவில் சொல்லியிருப்பேன், ஆனால் நீங்கள் ஓவரா திங்க் பண்ணிட்டீங்கடா சொல்லிட்டு இருப்பீங்க. திட்டம் 2 மாதிரி இருக்குமோ அப்படின்னு. ஆமாம், லைட் என்ன படம் நடுவில் எனக்கு கொஞ்சம் டவுட்டாக இருந்துச்சு. எனக்கு தங்கச்சி ஐடென்டி யூஸ் பண்ண வேற எங்கன்னா போயிட்டு இருக்கலாமா, இங்கே வந்து மாட்டினாம. ஃப்ரிட்ஜ் ஓப்பன் பண்ணா காலி. சார் என்ன சார் நடக்குது? எதுக்காக? നന്ദിത സാഗലടാ, ഞാൻ താണ്ടാ നന്ദിത. ഏത് ஹெல்ப் பண்ணியிருக்கான் போல. அவன் தானே அந்த மூட்டையை தீன் போனது, பூஜா தீன் போனது. നീ പോലീസിനെ ആംബുലൻസിനെ വിളിക്കുക. ഐ ആം ഗോയിങ് ടു ഡൈ. ഐ ആം ഗോയിങ് ടു ഡൈ. ഹലോ, ആംബുലൻസ്, എമർജൻസി. ഞാൻ എന്നും എപ്പോഴും എന്നെ നോക്കിക്കണ്ടിരുന്നത് ഒരു പെണ്ണായാണ്, തികഞ്ഞ ഒരു സ്ത്രീയായി. എൻ്റെ ലോകം, എൻ്റെ എല്ലാമെല്ലാം എൻ്റെ പെങ്ങളായിരുന്നു. ചെറുപ്പത്തിലെ വിട്ടുപോയ അമ്മ, വെറുപ്പ് മാത്രം തന്നിരുന്ന ഒരു അച്ഛൻ. கார்த்திக், என்னடா பண்ற நீ? ஒரு ஆம்பளை பொம்பளை இல்ல, புரியுதா? ஒன்றும் என்ன பொண்ணுங்க மாதிரி பண்ணிக்கிட்டு இருந்தா. ഒരു ആണാവാൻ ഞാൻ ശ്രമിക്കാനായിട്ടല്ല, കഴിഞ്ഞില്ല. ഒരു സ്ത്രീ ആവാനാണ് എൻ്റെ ജന്മം. എൻ്റെ സഹോദരിയായി മാറാനാണ് എൻ്റെ തീരുമാനം. എന്നിലൂടെ ജീവിക്കാനാണ് അവളുടെ നിയോഗം. ഇതാണ് എൻ്റെ വ്യക്തിത്വം. അതിന് മങ്ങലേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ആരെയും എന്തിനേയും ഞാൻ ഇല്ലാതാക്കും. ഞാൻ നന്ദിത. ഇതാണ് ആ വീട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ
എന്നും Dominic reads. നടന്നതിന് ശേഷമാണ് ഞാൻ അവിടെ എത്തിച്ചേരാറ്. 1 million പക്ഷെ ഇവിടെ മരണം എന്റെ തോളോട് തോൾ ചേർന്ന് നടക്കുകയായിരുന്നു. പല ഘട്ടത്തിലും എന്റെ ജീവൻ പോലും പണയപ്പെടുത്തി കൊടും വിഷത്തിൽ നിന്നും കത്തിമണയിൽ നിന്നും ഞാൻ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. മദ്യപാനിയായ അച്ഛൻ, ശല്യക്കാരനായ പലിശക്കാരൻ, ഒരു പാവം പെൺകുട്ടി, ഇവർക്ക് ശേഷം അവൾ കണ്ടെത്തിയ ഇര ഞാനായിരുന്നു. அப்ப எதுடா லவ் பண்ணுவோம் ഒബ്സർവേഷൻ பூஜாவை ഇവ രണ്ടും എന്റെ பொண்ணுதான் லவ் பண்ணிக்கிட்டோ എല്ലാം ഉപരി നിർണായകമായ ആ സമയത്ത് എന്റെ ഊഹങ്ങളെ ശരിവെച്ചുകൊണ്ട് എനിക്ക് വന്ന ഫോൺ കോൾ. That was the final blow. That unleashed the beast. ഒടുവിൽ ഞാൻ കുത്തേറ്റി അസിസ്റ്റന്റിനോട് யூடியூப் கிட்ட தான் வந்தாங்க പറഞ്ഞതും അതായിരുന്നു, എന്നെ വിട്ടേക്കൂ, അവൾ രക്ഷപ്പെടരുത്. இன்ஷாட்ல നടക്കാൻ പോകുന്ന ഘോര സംഭവങ്ങളുടെ മുന്നോടി എന്നതുപോലെ മൂടിക്കെട്ടിയ അന്തരീക്ഷം. ഒടുവിൽ എന്റെ ഇൻറ്റ്യൂഷൻസ് എന്നെ അവളുടെ മുന്നിലെത്തിച്ചു. മേശപ്പുറത്ത് അലക്ഷ്യമായിട്ടിരുന്ന ആൽബത്തിൽ യാദൃച്ഛികമായി കണ്ട മുഖസാദൃശ്യങ്ങൾ, പഠിച്ചുറപ്പിച്ചു വെച്ച കള്ളങ്ങൾ പറയുമ്പോഴുള്ള അവിടെ ഈസിനെസ്, അതെല്ലാം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. മരിച്ചാലും കീഴടങ്ങില്ല എന്നുള്ള എന്റെ മനസ്സിന്റെ ഉറപ്പും എങ്ങനെയും മിഷൻ പൂർത്തിയാക്കണമെന്നുള്ള അഭിമാനം മാത്രമായിരുന്നു എന്റെ കൈമുതൽ. இது பாப்புலர் ஆயிட்டது. പോസ്റ്റർ കണ്ടിട്ട് സാറിന്റെ അസിസ്റ്റന്റ് ആവാൻ വേണ്ടി വന്നതാണ്. ഞാനാ അസിസ്റ്റന്റ്, ഞാനാണ് മെയിൻ. അങ്ങോട്ട് മാറിയുന്ന അതെ, ഇവിടെ ഒരാളെ നിൽക്കുന്നുണ്ടല്ലേ? எத்தனை பேர் தொலைஞ்சிருக்கீங்க? സാർ ഇവിടെ ക്രൗഡ് മാനേജ്മെന്റ്. സാർ ക്രൗഡ് ஓ அங்க போயிட்டு இதுதான் இந்த மாதிரி எங்கன்னா நீ தூரமா போயிட்டு இருக்கணும். அந்த மாதிரி எப்படி பார்க்கும்போது எனக்கு அந்த அவன் தான் பொண்ணு ஃபீலே வரல. அந்த യൂട്യൂബ് സബ്സ്ക്രൈബ് മരിച്ചാലും കീഴടങ്ങില്ല എന്നുള്ള എന്റെ മനസ്സിന്റെ ഉറപ്പും എങ്ങനെയും മിഷൻ പൂർത്തിയാക്കണമെന്നുള്ള അഭിമാനം, ഇത് രണ്ടു മാത്രമായിരുന്നു എന്റെ കൈമുതൽ. നിർഭാഗ്യവാനായ ഏതോ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വെച്ചാണ് ആ പാവം പെൺകുട്ടിക്ക് അവളുടെ ജീവൻ നഷ്ടപ്പെട്ടത്. And this is where I saw her last. I'm sorry to say, Pooja, may your soul rest in peace. இறந்துட்டு பூஜாடா அது. ஓகே ஓகே ஓகே. Don't forget to subscribe. இங்க எங்கனா பக்கத்துல இருக்கற. ஓ Dominic கரெக்டா முடிச்சிட்டாங்க. ஸ்கெட்ச் போட்டா மிஸ். Dominic ரைஸ்ல இருந்து மிஸ் ஆகும். என்னது ஊர்மேன கதையா? ஐயோ சப்டைட்டில் விடுமே. ஷிப் டேய் Holy snap, what a suspected. Pushtar. கம்ப்ளைண்ட் கொடுத்து ஓனர் காசு கொடுக்கணும்னு சொல்லிட்டு இங்க பாரு, டிரான்ஸ்ஜெண்டர் வந்துட்டு என் வீட்டுக்கு கொடுத்தன வர போறாங்களாமா. 9ங்க இங்க பாரு. நான் அப்படி டிரான்ஸ்ஜெண்டர் சொல்லுவேன். யார கேக்குற 9ல என் வீட்டுக்குள்ள வர கேக்குற 9ல 9 செருப்பு பிஞ்சா. ஓகே டொமினிக் நல்லா இருந்துச்சு. மங்கி பண்ணே வந்து இது வாயில காமெடி த்ரில்லர்னு பாத்துருந்தோம். ஸ்டார்டிங் அப்படிதான் இது ஃபீல் ஆச்சு. ஆனா போக மம்முக்கு அந்த மிஸ்ட்ரி பயங்கரம் ஃபன்னு கடைசி வரைக்கும் மெயின்டைன் பண்ணியிருந்தார். பத்தி அந்த பைலிங் அந்த இதுவாகவே இருந்தார் அவர். இப்படி இல்லாமல் அப்படி இல்லாமல் அவர் சொல்றது உண்மையா இல்லை பொய்யா, அது ஒன்று உண்மையா இருக்குது ஒன்று பொய்யா இருக்குது. இவர் போலீஸில் மதிக்க மாட்டாங்கன்னு மாதிரி ஒரு இடத்துல இருக்குது, ஆனால் ஒரு இடத்துல பயங்கரம் மதிக்கிறாங்க. எனக்கு படத்துல ஹைலைட் என்னன்னா ஜிவிஎம் வந்து ஒரு சஸ்பென்ஸ் மூவி பண்ணியிருக்காரு. இது வந்து நீ பார்க்கல, திட்டமிரண்டு நீ பார்க்கல, நாங்கள் பார்த்தோம். வேற லெவல் அது கிளைமேக்ஸ்லாம் எதிர்பார்த்திருக்கவே மாட்டேன் இதெல்லாம். ஆனா இது கரெக்ட், இதுவும் அதே மாதிரி இது என்னன்னா ஏன் கரெக்டா இருந்ததுன்னா அந்த பூஜா டெத்துக்கு அப்புறம் தான் நம்மளுக்கு ஸ்ட்ரைக் ஆகுது. அந்த பொண்ணு தாண்டா தங்கச்சி, இப்போ தங்கச்சி தாண்டா அவருக்கும் அதுக்கப்புறம் தான் அது ஸ்ட்ரைக் ஆகுது. ஏன்னா பூஜா டெத் வந்து ஏன் பூஜாவோட பாடி இந்த லேக்ல இருக்கு அப்படின்னு சொன்ன உடனே அது வரைக்கும் இருந்த டவுட்ஸ் எல்லாம் கிளியர் ஆகி தங்கச்சி தாண்டான்னு கன்ஃபார்ம் ஆச்சு. பத்தியா நம்மளுக்கும் அங்கதான் கன்ஃபார்ம் ஆச்சு, அவருக்கும் அந்த டிடெக்டிவா அங்கதான் கன்ஃபார்ம் ஆச்சு போயிட்டு. சரி இப்போ வந்து செத்தது வந்து மூணாரா பூஜா? அந்த ஆக்சிடென்ட் ஆனது
மூணார். அப்படி மூணார் தான் அந்த இதுவா இருக்கு அந்த லேக். அவங்க வந்து அங்க ஏதோ பார்ட்டி பண்ணிக்கிறாங்க போல, அங்கதான் நியர்பை லேக்ல கட்சி. அதனால தான் அவர் சொன்ன மூணார் லேக்ல வந்து பார்க்கணும் சார். நம்ம அவரோட காமெடி தான் வந்து நிறைய இடத்துல வந்து அந்த கட்டல் காமெடி, அந்த வாட்ச் சீனா போறா அப்படி இல்ல கோபா செம்மையா இருந்தது. அதெல்லாம் நான் அந்த இடத்துல என்ன தருவேன், இப்ப நான் சொன்னதெல்லாம் நம்பிட்டியா நீ? நான் அப்படிதான் சொல்லிட்டு இருப்பேன். நம்பவே முடியலடா அவரை. எல்லாத்தையும் சொல்லிட்டு நீ வந்து பணக்கார வீட்டு பையன் தானே, ட்ரெஸ் போட்டிருக்க அப்படி இப்படி எல்லாம் சொல்லி முடிச்சுட்டு அவ இல்ல சார் நான் வந்து வேற இது பண்ணேன் அப்படின்னு சொன்னேன். இன்வெஸ்டிகேஷனா 20% ஆனா இதுல கொஞ்சம் அதிகமாவே ஆயிடுச்சு. கடைசியில நார்மலா இன்வெஸ்டிகேஷனா ஒரு 20% இது தப்பா தான் போகும். ஆனா இதுல லைட்டா கொஞ்சம் முழுசா உழைப்பிடுச்சு. அவர் போன் பண்ணலாம் காலி இவர் நம்பிட்டு இருப்பாரு. இவரு இல்ல அவரு கண்டுபிடிச்சிட்டாரு. அவரு எங்க கண்டுபிடிச்சாருன்னா பூஜா இங்க வந்திருக்கு. பூஜா வந்து இங்க வந்து சாவறதுக்கான ரீசனே கிடையாது. இப்போ கார்த்தி வந்து முன்னாடியே செத்துட்டான் அப்படின்னா பூஜா இங்க வந்திருக்க வேண்டிய அவசியம். எனக்கு டவுட், பூஜா அவன் லவ் பண்ணிட்டு விட்டுட்டு வந்துட்டானா? பொண்ணு லவ் பண்ணிடுதுன்னு அப்போ வந்து சொல்லவே கூடாதுல்ல. அப்போ அந்த பொண்ணுக்கு வந்து கோவப்படுற ரீசனே இல்லையா? அவன் அக்செப்டே பண்ணல. அப்படின்னதுக்கு தேவையில்லாம டென்ஷன் ஆயிட்டு ரூம் வரைக்கும் போயிடறாங்கல்ல. என்னது ஹோட்டல்ல ரூம் வரைக்கும் புக் பண்ணிருக்காங்கல்ல. அதான் எனக்கு புரியல. நீங்க எப்படி க்ளோஸா இருந்தாங்களா என்னன்னு? மேபி அவ லவ் பண்ணிருக்கான்னு நினைக்கிறேன்டா. அவாய்ட் பண்ணினே இருந்திருக்காங்க. மேபி க்ளோஸா இருந்திருக்காங்க போலடா. அதுக்கப்புறம் வந்து இவன் பார்த்திருப்பான் போல. எல்லாத்தையும் விட்டு வெளியே வரதுக்கு ஒரு வே கிடைச்சிருக்கும். நான் வெளியே வரேன் அப்படின்னு சொல்லி இப்போ வந்துட்டு இருப்பான் போல. 2 years கழிச்சு இது எல்லாத்தையும் கண்டுபிடிச்சி இது போய் பார்க்க போயிது போல. இருக்கலாம் இது வந்து அதெல்லாம் நல்லா இருந்தது. அப்புறம் அதே மாதிரி சுரேஷ் கோபி பையன் அவர் கியூட்டா பண்ணியிருந்தாரா ரோல். என்ன சொல்றது, ஃபன்னியான ஒரு சின்ன ரோல் தான். ஆமா மூவியோட டிராவல் பண்ணாரு. சுமதி வரையோட இது நல்லா இருந்துச்சு ரோல். அதை விட இது கூட இது நிறைய கத்துப்பாரு. சுரேஷ் கோபி சொல்லி அனுப்பிச்சிருப்பாரு, நீ வந்து 30 நாள் அவர் ஷேடோ பண்ற, நீ சம்பளம் கொடுத்து கத்துக்க ஸ்கூல் சேர்த்துக்கிறாங்க, நல்லா கத்துக்கணும். இல்ல இது போலீஸ் ஸ்டேஷன் உள்ள விட இல்ல, இங்கெல்லாம் எங்க அப்பாவுக்கு தெரிஞ்ச அது. அப்புறம் அப்பா கிட்ட இருந்து போன் வருது, நான் இங்க இது பண்றலாம் தெரியாது. போஸ்டர், அந்த போஸ்டர் ஷாட் இதெல்லாம் வந்து ஐடியாலாம் வந்து ஐடியா தான். அது தள்ளித்தரமான ஐடியா, ஆனா வந்து நல்லா இருந்துச்சு. அவரு சொன்னாரு சம்டைம்ஸ் சிம்பிளா இருக்க ஐடியா தான் நல்லா வேலை செய்யணும், கரெக்டா மாட்டினாங்க அதுக்கு ஏத்த மாதிரி. ஆனா படம் ஒரு 2 hours இன்னும் நல்லா மெருகேத்திட்டா. நடுவில் கொஞ்சம் கம்மியான மாதிரி இருந்துச்சு. அதுக்கப்புறம் வந்து அது என்னன்னா ஜிவிஎம் எண்ணெய் நோக்கி பாயும் தோட்டா இதுவெல்லாம் பார்த்தது இல்லையா? அவர் எண்ணெய் நோக்கி பாயும் தோட்டம்லாம் ஓப்பனா சொல்லிட்டாரு, அது என் படம் இல்லன்ட்டாரு. அது அவர் வந்து இந்த மாதிரி ஜானர் எடுக்க மாட்டாரு அவரு. ஆனா இந்த வேட்டாடி விளையாடி ரொம்ப நாள் ஆச்சு எடுத்து. அவரு வேட்டாடி விளையாடி இன்னைக்கு பார்த்தா கூட சீட் வச்சுல இருக்கணும். ஸ்டோரி அவருக்கு இல்ல, பட் டைரக்ஷன் ஒரு கேமியோ வந்து அவரு அப்படி இங்கிலீஷ் டைலாக் பேசாம எப்படி அது எடிட்ல ஆண்டனி ஹீரோ வந்திருந்தாரு. எனக்கு என்னன்னா அது கேமியோ ஓகே, பட் 2-3 போலீஸ் ஆபீசர் போய் மமுக்கா மீட் பண்ணாரு பத்தியா, அந்த இடத்துல வந்திருந்தாருன்னா இன்னும் சூப்பரா இருந்திருக்கு. ஏன்னா நிறைய படத்துல அப்படிதான் வருவாரு. அந்த கடைசியா போயிட்டு ஒரு பெரிய ஆபீசர் அந்த இதெல்லாம் பயங்கரம் வந்துருவேன். அப்படியே வந்து சொல்றேன் இதுல டிராகன்ல வர மாதிரி வந்துருக்கும். நீங்க பேசுறது கொஞ்சம் முன்னாடி கேக்குது. அந்த ஹீரோயினா அவங்க நந்திதா எந்த இடத்துலயுமே தெரியல பத்தியா, லாஸ்ட்ல தான் கண்டுபிடிக்கிற மாதிரியே இருந்தது. அவர் போயிட்டு ரசிச்சுலாம் நந்திதானாலே எனக்கு மீன் தானே ஆகுது. போயிட்டு ரசிச்சு பார்த்துருந்தாரு. நல்லா எப்படின்னா சொன்ன மறுபடியும் இல்ல நம்ம அவரு அங்க நாகர்கோவில் படம் பத்தியா, அங்கேயே சந்திரசேகரை மீட் பண்ணிட்டா அங்கேயே தெரிஞ்சிட்டு நினைக்கிறேன். அவர் அப்பா அங்க இல்ல, போயிட்டு இருக்கிறாரு. இது அது ஒண்ணு. அதுவும் இல்லாம எல்லா கொஸ்டினுக்கும் ஆன்சர் இருந்தது. அதுதான் இப்போ நான் வந்து இப்போ ஒரு படத்தை எடுத்தேன், நீங்க கண்டுபிடிங்க, ஸ்பூன் ஃபீடிங்லாம் பண்ண முடியாதுன்னு சொல்லாம கொஸ்டின்ஸுக்கு வந்து கரெக்டா ஆன்சர் இருந்தது. அது வந்து எப்படின்னா ஸ்டார்டிங்ல இருந்தே வந்து அவரை வந்து அப்படி அந்த மாதிரியே டியூன் பண்ணினே வந்தாங்க. அவர் வந்து பாக்குறாரு, அவர் பார்த்துட்டு ஏதோ அந்த வாட்ச் சீன் கூட ஒரு 4-5 வே இருக்குது. நீ மண்ணு பட்டுருக்குப்பா, பீச்சு போயிருப்ப போல. அப்போ வந்து இது வந்து நீ வாங்கின வாட்ச் மாதிரி தெரியல, ஏதோ கிஃப்ட் வந்தது. அப்புறம் அப்படின்னு அப்படியே மூஞ்சி மாறிச்சு. அப்போ அப்படின்னு ஓகே கோ. ஸோ அவர் வந்து
ஃபுல் ஜீனியஸும் இல்ல, அதே அளவு மங்குட்டு மண்டியும் இல்ல. அவர் வந்து மீடியமான ஒரு கை, எல்லாத்தையும் நோட்டீஸ் பண்ற ஒரு கை. அதுக்கேத்த மாதிரி கரெக்டா வந்து அவர் ஃபைட் சீக்வன்சஸ் கூட அவருக்கு எதுவுமே சிம்பிளா பிலீவபிளா இருந்தது. சும்மா வந்து ஏதோ ஒண்ணு வச்சுட்டு இது ஏன் நல்லதுன்னு தெரியாம இருக்கு, நீங்க வந்து அந்த 4வது ஃப்ரேம்ல இருக்க 3வது காலை பாத்தீங்கன்னா உங்களுக்கு தெரியும் அப்படின்னு சொன்னாங்க. பறந்து அடிக்காம இல்லையா இது அந்த இது இவர்ல ஷைன் துரத்துற சீன் கூட இவரு தான் அனுப்புனாரு. ஜானி இங்கிலீஷ் மாதிரி கரெக்டா ஆட்டோ எடுத்து வந்து ஏத்திட்டாரு. அதான் சொல்றேன், ஒரு ஆக்டரை வச்சு இப்படிதான் எனக்கு தெரிஞ்சு நிறைய இடத்துல இவரே சொல்லிட்டு இருப்பாரு, அப்ப அதெல்லாம் நம்ப மாட்டாங்க அப்படின்ற சொல்லிட்டு இருப்பாரு. அது வேற ஒத்துன இப்ப டான்ஸ் வரல, டான்ஸ் வராது, ஒரே வீக்னஸ் எனக்கு டான்ஸ் தான். அது வந்து ஹைட் ஆகுறது கஷ்டம். சத்யராஜ்ல ஆடுது பாத்தீங்களா, அதெல்லாம் இன்னொன்னு மீம். அவர் வந்து சில சின்ன விஷயம் யாருன்னா கூட பேசுறான்னு வச்சேன், அதை வச்சே கண்டுபிடிக்கிறவர். என்கிட்டயே நானே எவ்வளவு கண்டுபிடிக்கிறேன், என்கிட்ட நீ இவ்வளவு நேரம் நீ பொய் சொல்ற, அதை வந்து நம்புற மாதிரியும் சொல்லிட்டு இருக்க போது எவ்வளவு நேரம் தான் நீ சொல்லுவேன் அதை கேட்டு இந்த மாதிரி தான் அவர் சொன்னார் பாரு அந்த யூடியூப் வீடியோல. அவங்க வந்து எல்லாத்தையும் மெமரைஸ் பண்ணி வச்சிருந்தாங்க டீடைல் எல்லாத்தையும். அப்படிதான் தெரிஞ்சுது. ஆனா அவங்க ஆனா அது செம ஆக்டிங். அவங்களும் சொன்னது தெரிஞ்சு கரெக்டா 3 வருஷம் 15 minus 5 மிச்சம் 5 வருஷம் இருக்கு. சொன்ன பத்தியா ஃபர்ஸ்ட் அவங்க ஜான் 9 சொல்லிட்டு போனதுக்கு இவங்களா மாட்டுவாங்கன்றதுக்கு தான் சொல்லிட்டு இருக்காரு போல. இல்ல அது என்ன மேட்டர்னா, அது அவர் சொல்லியிருக்காரு அங்க ஜான் 9 வந்து பூஜா வீட்ல இருந்து கிளம்புனாங்க காணோம், இது அசம்ஷன் பண்ணி ஜான் 10ன்னு சொல்றது கூட சொல்லி சோமிலிங்க மாதிரி ட்ரை பண்ணிக்கிறாங்க. ஆனா அவரு அங்க புஷ்டர்னா டேட் சொல்லி தங்கம் மாட்டிக்கினியே நீ வாங்க எல்லாமே சந்திரசேகர் போன் வந்தோன்னா அவரே ஒரு மாதிரி ஆயிட்டாரு. அடுங்கு இதோ இங்கதான் பேசினுக்கிறேன் அந்த பொண்ணுகிட்டு, அந்த பொண்ணு செத்து நான் தாண்டா போயிட்டு இது கொல்லிய வச்சேன். எல்லாத்துக்கும் வந்துதுரா. அவர் வந்து ஸ்டார்டிங்ல வந்து அவரு எவ்வளவு காமாந்தாரு, இவர் எப்படி வந்து ஹையர் பண்ணாரு, அங்கேயே வந்து சொல்லிட்டாங்க இஸ் நோட்டிங் எவ்ரிதிங். அது இன்னொரு இடத்துல இந்த வாட்ச் சீன், இன்னொரு இடத்துல வந்து இவர் எல்லாத்தையும் ஃபன்னியா ஹேண்டில் பண்ணுவாருன்றது வந்து அந்த இந்த சீனு, அது ஒரு இடத்துல போஸ்டர் சீனு, அந்த மாதிரி ஒரு இடத்துல சொல்லிட்டு அவரோட கேரக்டரிஸ்டிக்ஸ் எல்லாத்தையும் பண்ணிட்டு அவர் பண்றதுக்கான ரீசனு. அவர் வந்து திடீர்னு ஃபோன் பண்ணி சைபர் செக்யூரிட்டி எல்லாம் சாமி ஓகே சாமி தேங்க்யூ சாமி அப்படின்னு சொல்லிட்டு வச்சிரு. சாமியை கூட இருக்கணும் பாத்தியா. இந்த இது ஏன் அவர்கிட்ட கையில காசு இல்ல, அவர் வந்து டிரெக்டிவா இருக்காரு, நிறைய கேசஸ் எல்லாம் ஸ்டார்டிங்ல கூட போயிட்டு ஒருத்தர்கிட்ட 50,000 40,000 வாங்கிட்டு வந்தாரு. அந்த 40,000 எங்க போச்சுன்னு யாருக்குமே சாமிக்கு தான் போயிருக்கு. ஸோ அதெல்லாம் கூட சொல்லிட்டாங்க, டே இந்த தொழில் ஒரு இதெல்லாம் சகஜம்டா, அதோ இவங்க கிட்ட இருந்தா ஆரம்பிக்கும் சாமி. அவ்வளவுதான் யூடியூப் 2 million சப்ஸ்கிரைபர்ஸ் இருக்கிறாரு, அவ்வளவுதான் இதுல நல்ல காசு வரும். ஓகே நல்ல மூவி. நிறைய இன்னொரு வாட்டி பார்த்தா இன்னும் கூட டீடைலிங்லாம் தெரியும். ஆனா இப்போ கம்ப்ளீட்டடா இருக்கு மூவி பார்க்கும்போது. ஓகே எல்லாமே கம்ப்ளீட் வந்து இது நாங்க ஆல்ரெடி ஒரு படம் ரியாக்ட் பண்ணிருப்போம், திட்டம் 2 பிளான் பின்ட்டு ஐஸ்வர்யா ராஜேஷ் நானும் வெற்றி நீங்களும் தானே பார்த்தோம். தெரிஞ்சிட்டோம் நாங்களாம். சேனல் ஸ்டார்டிங் டைம்ல பார்த்த மூவி அது. அந்த படம் பாருங்க, நல்லா இருக்கும். உங்களோட சஜஷன். ஓகே கைஸ், வந்து நம்ம டொமினிக் அந்த லேடிஸ் வந்து பார்த்து முடிச்சிட்டோம். கம்ப்ளீட் மூவி பார்த்து நல்லா இருந்துச்சு, அருமையாக இருந்துச்சு. ஆனால் ஏன் இவ்வளோ நாள் ஓடிடி எடுத்தாங்கன்னு தெரியல. ஓடிடி ஏன் ஓகே. ஸோ நம்ம இன்னொரு வீடியோவில் இன்னொரு அருமையான ஒரு மூவி பார்க்கலாம். நாட்டில் சைடி வெற்றி சைனிங் ஆஃப் ரைட். ஆனால் மெச்சூர்ட் மேன் இவர் தான்டா, டான்ஸ் வரலன்னு ஒத்துனாரு பத்தியா. ஒரே வீக்னஸ் டான்ஸ். அதுவும் இல்லாம படம் கம்ப்ளீட்டா இருந்தது. சும்மா இந்த ஸ்பூன் ஃபீடிங் தூக்கின்னு வராம கம்ப்ளீட்டா முடிச்சுட்டு ஆடியன்ஸை வந்து சாட்டிஸ்ஃபைடா வெளியே அனுப்பிச்சு வெளியே போயிட்டு மண்டே பிடிச்சிக்கோங்கடா அப்படின்னு சொல்லாம விட்டாங்க. டான்ஸ் வரல, கம்ப்ளீட் மேட்ச் பண்ணிங்க.